ബലഹീനവും ഭാഗികമായ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കം ചുരിപ്പെടുമാറാകണമേ. ആമേൻ. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് കൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. ഓശോ ആദിമനീതി വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സാരയോടബരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റഫ്കയുടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റാഹിലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ബെന്നഹൂലം വാദാമുൽമൂലം ഉൽനീനാമിൻ മിസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസ്യത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഐശ്വര്യത്തെ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദീപകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായി ഉള്ളവേ, സന്തോഷോല്ലാസങ്ങളോടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസ്നേഹം ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മോദിക്കിന്റെ പരം നാഥാലേ ലൂയോ ഹാലേ ലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരം നീ മുമ്പേറവനേകി ഹാലേ ലൂയോ ഹാലേ ലൂയ മഹിമാവിൻ മുടിച്ചൂടി തലയിൽ പാറയ്ക്കുമോ ബോലബ്രോവൽ റൂഹോ കാദീശോ മിന്നമൂലം വാദാമുൽമൂലം ഉൽമീനാമി മണവറയേ സ്വർഗത്തിൽ സഭയെ കാന്തൻ സ്ഥാപിച്ച മാതമ്പോ സ്വർഗീനേവം ശുൽത്തോരന്മാർ കൈലേയ ശിവരേ തിന്നെ മേലാക്കി
പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രവൃത്തത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബിക്കുൽഹ്നോമോ സദാഹായ ഇല്ലവൽമീ. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മോത്തപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്ണനീയമായ നിൻ്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിൻ്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാവുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിൻ്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിലൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ്, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാവണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാവണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാവുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വകുലസ്ബാൻ ലവൽമീ. ദൈവത്തിൽ
നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും ഒന്നും ഒന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. ആമേൻ. സുന്ദരികളിലതി സുന്ദരി നീ ജാതികളിൽ സൂനു പ്രഭതി ശലോമോൻ വിമല സഭേ നിന്നേലാളേ പൂനിൻ ആദരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സമേ സകലവിധം സുമുഖി നീ കരതീണ്ടാക്കോ ശ്രീപായി വന്ദിപ്പതിനാൽ രാജാവാമശിഹാകാലേ ലൂയാ കാക്കുന്നു നിന്നെ മാറിക്കുമോ ബോല ബറോവൽ റോഹോ കാദീശോ ഹല്ലേലൂയ. സഭയോടും തന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പോകീടാൻ ബന്ധി ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത താതസുതാമലരോഹായ ഏകത്വം തൃത്വം മഹിമയിലും മണവാട്ടി സമം മധ്യമേവും ഹല്ലേലൂയ ഓ ഹല്ലേലൂയ കുത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി തീർക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ദൈവത്തിൻ്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ നിന്റെ മക്കളെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനെ ഞങ്ങളെയും ഈ നിന്റെ മക്കളെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധർവായിക്ക് സ്തുതി സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുൽ സുബ്ഹാൻ ലവൽ മീ മധു സാബറുനോ വെൺമാലാകവുമെൻ റൗമോ നഗവേ മകരം മെൻ ഈതോ ദുഹോന ബഹിലം യുൽഫോനെ മശാഹൽ ഫീമെൻ ഉൽഗാവേ തൊകുലൈനോ ദബയുൽഫോനെ താലോ ഹോശാരി പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്കീയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറയ്ക്കുമോ സ്ലീഹാടുരുസി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവീൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സൗമശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെയും
മശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകുകയും വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസ്സുവാനായിട്ട് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മോദി കേട്ട് പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. ഹല്ലേലൂയ. പാർക്കുമോ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തുകൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. വന്ന് പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ വിശുദ്ധനെ സ്തുതികളും നാളും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നവൻ വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല.
എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. പാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്മിളി തുല്യം ക്രമമായി അഖിലാധിപനാം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. കാദീശോ ദൽവോലം വൽമീ. മാനേന്തുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനയാചാര്യൻ അണീക്കും മകുടം രമ്യം. വൈദിക അൻപാലിംബം നൽകാ മുടിയാൽ മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും. മെൻസ്മായോ സോയാഗ്നോഹേ ലഥാസേനോയോയേ ക്ലീലോ ദുഃഖനോ സോയേം പരീഷേ. ഒക്കുമോശാദി ക്ലീലോ തകുതൽ മൽക്കും മസീഹോ ദീദായ് കുഖനേ സഹായോ ലരീശുദ് ഹസിനോ കൽസോ. മാനേന്തുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനയാചാര്യൻ അണീക്കും മകുടം രമ്യം. ശാശ്വതശാലാദേശ സത്യമണാള ശീഘ്രം സവിതമണഞ്ഞിടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിயின் കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സർവശക്തിയുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മെൻസ്മായോ സോയാഗ്നോഹേ ലക്കൽ സോയോയേ ക്ലീലോ ദുഃഖനോ സോയേം പരീഷോ. വൈദിക അൻ
മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം കുമോഷാദി ക്ലീലോ ദഗ്ദൽ മൽക്കും മസീഹോ ദീദായ് കുഖനെ സഹായോ ലരീശുദ് ഹസിനോ കൽസോ ലീലോ ബീദേത് മോറാൻ സ്മെൻസ്മായോ സോയാഖ്ലോഹേ ലക്കൽ സോയോയേ ക്ലീലോ ദുഃഖനോ സോയേ ബരീസേ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശം മണവാട്ടിയുടെ മകുടം സതിമാമുടിയോടു സദൃശം നീതിയും കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാകുകയും ചെയ്യട്ടെ. ഹോശോ ബഹുകുലശ്വാലോൽമീ ആമീൻ. ശുഭചിഹ്നം താൻ ശ്ലീബാ വിജയക്കൊടി താൻ ശ്ലീബാ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു നാം. വിനയം മാനം പതിഭക്തി എൻ പ്രിയ തന്നോടെ കൂടുപടം റഫ്കയത്തിനാൽ ആവൃതയായി മൂടണമതുപോൽ മണവാട്ടി. ബാറയ്ക്കുമോർ മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവളത്താൽ നിങ്ങളുടെ മണവളത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കരുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാടുകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ.
ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത് ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെ മുഴുവനും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ഹാശം വബുകോല സുബാൻ ലവൽമേ. ഏതൻ തോട്ടം നട്ടോനേ, നീയാണൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൻ പേർക്കാ വിശേഷിച്ചിടുക കുളിർത്തന്നൽ. സത്യമണാളാ നീതിയ അതാ ഞാൻ നിൻ മണവാട്ടി. നീയാണൻ തണലും താങ്ങും, ചെയ്യണമെന്നോടു കാരുണ്യം. ശ്ലീബായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമ വിടുത്തി സ്വർഗത്തെ പന്തിയിലെന്നെ തീർത്തി. നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി. നെഞ്ചീവാത്തൊലി കേട്ടപ്പോ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. മൊറിയോരാകെ മേലയിലോ ആധാരേ. തകലാൻ മോറാ തറവുറാവോ കമലേരകമേ. സ്മാബോസാൻ മാബതരകമേ അൽനഫ്ശോസാ. ദൈവാത്മജനേ ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ധന്യതയാൽ പരിശുദ്ധന്മാർ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവകത്തെ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാ. എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടി ആത്മാക്കളെ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താൽപ്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുമെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാരിൽ നിന്ന് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെയും ഇപ്പോൾ നിങ്ങൾ ദൈവസന്നദ്ധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ദീപമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻ ഗിരിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നദ്ധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ
ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാമ്മയുടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലത്തുകയും എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിലകൊള്ളുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദ്രവമായ നമ്മുടെ കർത്താവേ ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നിങ്ങളുടെ അപേക്ഷയുള്ളേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവും യേശുവും പ്രകാശമായ പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയാത്തവരും സാരം സത്യപിതാവിനോട് സമത്വമുള്ളവരും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനന്തപുര പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോടും ജീവനുടെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും ബഹുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിൽ അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യമായ സ്നേഹന്മാരും സംസാരിച്ചതുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നവനെ എടുത്തു പറഞ്ഞ് മനുഷ്യനും ഒരുപാട് ലോകത്തിലെ പുതിയ ജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സമൻകാല സ്തുതിയലായിസോ. നിന്നാൾ സ്തുതിയുടെ രാജമകൾ ഹാലെ ലോയം ഹാലെ ലോയ നിന്മലമായ അജഭാമിനിയ നിന്നഴകൽ ചെന്നോഹിപ്പാൻ ഹല്ലേലൂയായോ ഹല്ലേലൂയാ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ. വലറൂഹോ കാദീസോ മിൻമൂലം
നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാർത്താൻ പക്കലപേക്ഷയാണ് കേണം സൗമൻ കാലോസ് കുറിയിലായിസോ യാമിൻ സ്മരണ വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട മാറിക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമേ നുയരുന്നോയാൽ സുഖപരിമളധൂപം മൊഴിയോറാകെ വേളയിലോ ആധാരേ ആനീസ കുരിശം നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൽ വഴികളെയും മാറ്റിയിടേണം. ഇതിമാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവ തളിരിട്ടു തളിച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ സുബ്ഹാനബോലബ്രാവൽ റൂഹോ കാദീശോ മിൻമൂലം വാദാമുൾമൂലം ഉൽമീനാമേ ഇതുപോലിംഗം മാർ കുറിയാക്കോ സഹദാ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കാൻ സൗമൻ കാലസുരീലായിസോ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനത്തിനെ മാറിക്കുമോ മസിഹായെ കാൺമാൻ കാക്ഷിച്ചോരു സഹദേ വാടാൻ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാകെ മേലിനുമാതാരേ മാർഗീ വരുകെ സൽഗുണനിധിയേ നിസ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയുമാമരട്ടെ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ വിവാഹ കൂദാശയെ ഞങ്ങളോടുകൂടെ സന്നിഹിതരായ നിങ്ങളേവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകി ആശ്വസിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയും ബലഹീനമുള്ളതും വിനീതവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ശ്രേഷ്ഠവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും സ്വീകാര്യോഗ്യവുമാക്കി തീർക്കുമാറാകട്ടെ. ആബോ വബ്രോ റുഹോഹായോ കാദീശോ ഹോശോ വബുക്കൂലസ്മാലവൽമീൻ. ആമീൻ. വിവാഹ കൂദാശ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സമയം ഒന്നിനായ ജോസഫ് റമ്പാച്ചൻ ഈ നവദമ്പതികൾക്ക് ആദ്യ ഉപഹാരമായ സത്യവേദ പുസ്തകം ഈ സമയത്ത് സമ്മാനിക്കുന്നതാണ്. അതിനുശേഷം ഇരു ദമ്പതികളും നേർച്ച സമർപ്പിച്ച് ഇരു ഭവനങ്ങളിൽ നിന്നും സാക്ഷികളായി 2 പേര് വിവാഹ ഏറ്റ നവദമ്പതികളും സാക്ഷികളും ചേർന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പ് വയ്ക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ വിവാഹ ഉദാശയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയുന്നു. നെടുമാവ് സെൻറ്റ് പോൾസ് വലിയപള്ളി ഇടവാംഗമായ ജിബിൻ്റെ വിവാഹം ഇവിടെ ഈ ദേറായിൽ വെച്ച് നടത്തുവാൻ അനുവാദം തരുകയും അതിന് മുഖ്യ കാർമ്മികനായിരുന്ന ഈ ദേറായുടെ മാനേജരായിരിക്കുന്ന ഒന്നിനായ അനൂപ് എബ്രഹാം അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വധുവിൻ്റെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന മീനടം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഒന്നിനായ ജേക്കബ് മാത്യു ചന്ദ്രത്തിലച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദേറായിലെ മുതിർന്ന വൈദികനായ ഒന്നിനായ ജോസഫ് റമ്പാച്ചനോടുള്ള
നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പാമ്പാടി മാർത്തോമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്ദനായ PC മാത്യു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. ഈ വിവാഹത്തിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരു വാക്കിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ദയറായുടെ ഓഡിറ്റോറിയത്തിലാണ്. ആ കാര്യത്തിൽ കൂടി എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തും. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കൃപ സിംഗേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കും. ഇന്ന് വിവാഹിതരായ നവ ദമ്പതിമാർക്ക് കോത്തല കൃപ സിംഗേഴ്സിൻ്റെ എല്ലാവിധമായ വിവാഹ മംഗളാശംസകളും നേരുന്നതോടൊപ്പം ഇവിടെ സന്നിഹിതരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീരാ മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീരാ മംഗളാശംസകൾ. ദൈവം ചേർത്തു തന്തയാ പുതിയ കുടുംബമാ. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്തയാ പുതിയ കുടുംബമാ. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിനും നീ കാത്തിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. വാങ്ങാപ്പത്തിന്മെത്തകളനവധി ധനവും എന്നാകെ ശാന്തമായൊരു നൽകാൻ ധനത്തിനെഴുതാമോ. വാങ്ങാപ്പത്തിന്മെത്തകളനവധി ധനമുണ്ടാകെ ശാന്തമായൊരു നൽകാൻ
മുത്തുമാലയാണു നിൻ കുടുംബം. ദൈവം ചേർത്തു തന്തയാ പുതിയ കുടുംബമാ. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്തയാ പുതിയ കുടുംബമാ. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിലും നീ കാത്തിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭാ